ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ പുഡിങ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് ചേരുവകളുണ്ട്, ഒരു 2-3 ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 2 കപ്പ് നാളികേരം എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര കട്ടിയായിട്ടില്ല നാളികേര പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം പോലത്തെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കണ്ട ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലൂസില്ല, ഭയങ്കര ഒന്നാം പാലുണ്ടാവില്ലേ അങ്ങനെ ഇവിടെ അല്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ആ പാനിലേക്ക് തന്നെ നമുക്ക് നാളികേര പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പം മൊത്തത്തിൽ ഒരു 2.5 കപ്പ് പാലുണ്ട് കേട്ടോ. കണ്ട, ഭയങ്കര തിക്കില്ല, ഭയങ്കര ലൂസില്ല, ആ ടൈപ്പ് വേണം കേട്ടോ. നമ്മൾ രണ്ടാമത്തെ നാളികേര പാൽ എടുക്കില്ലേ, അങ്ങനത്തെ വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര ഇട്ടെടുത്താൽ മതി കേട്ടോ. ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഭയങ്കര സിമ്പിൾ കേട്ടോ. ആർക്കായാലും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് എടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് എടുത്തിട്ടുണ്ട്. നാല് സ്പൂണ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ നാളികേരപ്പാൽ എങ്ങനെ കുറച്ച് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആ അളവ് നോക്കിയിട്ട് നമുക്ക് കോൺഫ്ലവർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 കപ്പ് നാളികേരപ്പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക, കട്ടകളൊന്നും ഇല്ലാത്ത. ഇനി ഒരു ബോളെടുക്കുക. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ബോളെടുക്കുക. ഏതായാലും കുഴപ്പമില്ല, സ്റ്റീൽ പാത്രമായാലും അല്ലെങ്കിൽ ചെറിയ കപ്പുകളുണ്ടാവില്ലേ, അതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിലായാലും നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കുകയാണെന്നല്ലോ. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോൾ എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു നുള്ളു ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ആ ബോളിലേക്ക് കുറച്ച് നെയ്യ് തടവി എടുത്തിട്ട് ഞാൻ അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ. നമ്മൾ കുറുകി എടുക്കില്ലേ, ആ ടൈപ്പ് വേണം കേട്ടോ. നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്ത് ഏറ്റവും ചെറിയ അടുപ്പുണ്ടാവില്ലേ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. കുറുകിയിട്ട് എടുക്കില്ലേ, ആ ടൈപ്പ് വേണം കേട്ടോ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക ധൈര്യമായിട്ട് കേട്ടോ. എല്ലാവരും കയ്യിലോ നാളികേരം ഉണ്ടാവും, പഞ്ചസാരയൊക്കെ ഉണ്ടാവില്ലേ. കുറച്ച് കോൺഫ്ലവർ ഇല്ലെങ്കിലും മേടിച്ചാൽ മതി. ചെറിയ കടകളിലല്ലോ ചെറിയൊരു വിലക്ക് കിട്ടുകയാണെന്നല്ലോ കേട്ടോ. ഭയങ്കര പൈസ ഒന്നും ഉണ്ടാവില്ല കോൺഫ്ലവറിന്.
കണ്ട ഒരു 5 മിനിറ്റ് ശേഷം ഇങ്ങനെ ആവട്ടോ. ഇതിൻ്റെ കാട്ട് കുറച്ചുകൂടി തിക്ക് വേണം കേട്ടോ നമുക്ക്. ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണേ. അത് അടുപ്പത്ത് വെച്ചിട്ട് എവിടേക്ക് പോവല്ലോ കേട്ടോ. കണ്ട ഈ തിക്നെസ് വേണം കേട്ടോ നമുക്ക്. കണ്ട ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ബബിൾ പോലത്തെ ആവില്ലേ കുക്ക് ചെയ്യുമ്പോൾ, ആ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പരന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല തിന്നായിട്ട് കിട്ടുമേ. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു കിങ് റാപ്പ് വെച്ചിട്ട് നമുക്കിത് 4 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ മാറ്റി വയ്ക്കാം. ഫ്രീസറിലൊക്കെയാണ്. 4 മണിക്കൂർ ശേഷമാണ് ഇത് കേട്ടോ. നമുക്ക് ഡിമോൾ ചെയ്തിട്ട് എടുക്കാം. ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മത്താട്ടാ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത്രയല്ല കേട്ടോ, നല്ല സിമ്പിൾ, നല്ല ടേസ്റ്റിയാണ്. കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. എൻ്റെ മോൻ പറയാം പന്നീരിൻ്റെ ക്യൂബ്സ് പോലത്തെ ഇരിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ട ഇത്രയുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.